ലോകത്ത് എവിടെ പോയാലും ഏറ്റവും നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ ഇനി ഒറ്റപ്പാലത്തെത്തിയാൽ ഏറ്റവും രുചികരമായ ഫുഡ് തന്നെ കഴിക്കാം. അതിനൊരിടമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒറ്റപ്പാലത്ത് കണ്ണിയാമ്പുറത്ത് വള്ളവനാട് ആശുപത്രിക്ക് തൊട്ട് സമീപമുള്ള ഫുഡ് ബേ. അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് സ്പോട്ടിൽ ഫുഡ് ബേയുടെ വിശേഷങ്ങളാണ്. പോവാം. അപ്പോൾ ഒറ്റപ്പാലത്ത് ഫുഡ് കഴിക്കാൻ ഏറ്റവും മികച്ച ഇടം തന്നെയാണ് ഫുഡ് ബേ എന്ന് പറയുന്നത്. 2 നിലകളിലായി ഏറ്റവും മനോഹരമായ ഒരു സ്പേസ് തന്നെയാണ് ഫുഡ് ബേ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആണ്. നല്ല രീതിയിൽ തന്നെ ഏതൊരു കസ്റ്റമർ വന്നാലും അവരെ അട്രാക്ട് ചെയ്യിക്കുന്ന രീതിയിലാണ് എല്ലാം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടത് ഇവിടുത്തെ ഒരു ഹൈജീനിക് ആണ്. എവിടെ നോക്കിയാലും വെരി നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. വന്ന് കയറിയാൽ ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് അതെന്തായാലും ഒരു മസ്റ്റ് തന്നെയാണ്. സോ ഇവിടെ ഒരുപാട് മൊജിറ്റോസ് ഉണ്ട്. അതിൽ കുറച്ചാണ് ഒന്ന് ബ്ലൂ ലൈം ആൻഡ് ഗ്രീൻ ആപ്പിൾ, പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ എന്നീ ഒരുപാട് ഫ്ലേവേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ട്രെൻഡിങ് ഫുഡ് എല്ലാ കാലത്തും നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡിങ് ഫുഡാണ് നമ്മുടെ പുട്ട് ഐസ്ക്രീം. ഈ ഒരു പുട്ട് ഐസ്ക്രീമിൽ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഒക്കെയാണുള്ളത്. സ്ട്രോബെറി, പിസ്ത, വാനില, മാംഗോ, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ നട്ട്സും ചോക്ലേറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ ഫുഡ് ബേയിൽ ഒരുപാട് രുചികരമായ ഭക്ഷണമാണ് ഇവിടെ എൻ്റെ മുൻപിൽ നിർത്തിയിട്ടുള്ളത്. ഈ ടേബിൾ നിറയെ ഫുഡാണ്. അപ്പോൾ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് പിടിക്കോഴി പൊട്ടിത്തെറിച്ചതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കുഞ്ഞു കോഴിയാണ്. ആൻഡ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് വരുന്നത്. ആൻഡ് ഇത് ഫുഡ് ബേയുടെ സ്പെഷ്യൽ ചിക്കൻ സാലഡാണ്. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായും ഈ സാലഡൊക്കെ ഇഷ്ടമുള്ളവർ ഡയറ്റൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഫുഡ് തന്നെയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഫിഷ് നിർമ്മാണയാണ്. കൂടെ നൂൽ പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ ഫിഷ് നിർമ്മാണം കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു കറിയുടെ ആ ഒരു അരപ്പൊക്കെ വരുന്നതും അപ്പം വളരെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ കറിവേപ്പിലാണെങ്കിലും അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു നാടൻ ടേസ്റ്റ്, അത് ശരിക്കും നമുക്ക് വീണ്ടും വീണ്ടും കഴിപ്പിക്കാൻ നമ്മളെ തോന്നിക്കുന്ന ഒരു ഫുഡ് തന്നെയാണിത്. അപ്പോൾ അടുത്തത് ലഗോൺ ബിരിയാണിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ചിക്കൻ പീസൊക്കെ എടുത്തിട്ട് ബിരിയാണിയുടെ രുചി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതേ രുചി തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ലഗൂൺ ബിരിയാണിക്കുള്ളത്. ആൻഡ് വെരി ടേസ്റ്റി. ഇറ്റ്സ് ഹെവൻ. അപ്പോൾ ഇത് നമുക്ക് നല്ല ഫിഷ് കഴിച്ചാലോ. ഇത് ഫിഷ് തവയാണ്. ഫിഷ് തവയും ഒപ്പം ബട്ടർ കുൽച്ചയാണ് നമുക്ക് കോംബോ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആണ് ഇത് നല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ആ ഒരു കോംബോ എന്ന്. ഒരു ഫിഷിൻ്റെ മസാലയൊക്കെ ബ്ലെൻഡായിട്ട് ഒപ്പം ആ ഒരു ബട്ടക്കുൽച്ചയുടെ കൂടെ ബ്ലെൻഡായിട്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് ബീഫ് വാരിയല് ബിരിയാണിയാണ്. അതായത് നമ്മുടെ ബീഫ് റിബ്. യെസ്, അതിമനോഹരമായി ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നല്ല സ്നേഹത്തോടു കൂടി ലവിൻ്റെയൊക്കെ ആയിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഞാൻ ഇതിലേക്കൊന്ന് സെർവ് ചെയ്യട്ടെ. കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ. കിട്ടിലും ടേസ്റ്റ് തന്നെയാണ്. ബിരിയാണിയുടേതായ ആ ഒരു ടേസ്റ്റും ഒപ്പം ബീഫ് റിബിൻ്റെ ടേസ്റ്റും ഒക്കെ വന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. സൂപ്പർ.
അപ്പോൾ അടുത്തത് നമ്മളൊരു മന്തിയാണ് കഴിക്കാൻ പോകുന്നത്. ഇത് ബീഫ് റിബ് ഗ്രില്ല് ചെയ്താണ്, ഒപ്പം മന്തിയും. സോ ടേസ്റ്റ് ചെയ്യാം. യെസ്, മന്തി നമുക്ക് ഇപ്പം എല്ലാവരുടെയും ഒരു മെയിൻ ഡിഷാണ് മന്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ബീഫ് റിബ് ഗ്രില്ല് ചെയ്തതും ഒക്കെ ചേർത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന്. ബീഫിൻ്റെ ആ ഒരു സ്പൈസി, നല്ല സ്പൈസിയാണ്. ഒപ്പം തന്നെ മന്തിയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ബ്ലെൻഡായി വരുമ്പം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. എസ്പെഷ്യലി സ്പൈസ് ലവേഴ്സിന് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ്. ഞങ്ങൾ സ്ഥിരം ഈവനിങ്ങിലധികം ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഒറ്റപ്പാലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അൽഫാമായാലും നല്ല രീതിയിൽ നല്ല ടേസ്റ്റും കാര്യങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ തന്നെ കഴിക്കാമല്ലോ. ഇവിടെ അതേപോലെ സ്പെഷ്യലായിട്ടുള്ള ഇവിടെ മട്ടൺ സൂപ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അറബൻ ഫുഡൊക്കെ, ബിരിയാണി എല്ലാം ടേസ്റ്റ് ചെയ്യലുണ്ട് ഞങ്ങൾ. നല്ല ഫുഡാണ്. നല്ല അപ്പോൾ ഫുഡ് ബേക്ക് ഒറ്റപ്പാലത്ത് മാത്രമല്ല, വയനാട് കൃഷ്ണഗിരിയിൽ VCC ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കൂടെ മറ്റൊരു ബ്രാഞ്ച് കൂടെയുണ്ട്. അപ്പോൾ എന്തായാലും വയനാട്ടിലും ഒറ്റപ്പാലത്തും ഒക്കെ എത്തുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഫുഡ് ബേയിലുള്ളത്. മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ടത് കാർ പാർക്കിങ്ങിന് വേണ്ടി ഒരു വലിയ സ്പേസ് തന്നെയുണ്ട്. അപ്പം രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. സോ ഇന്ന് ഷോപ്പിംഗ് സ്പോട്ടിൽ ഫുഡ് ബേയുടെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.